ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിതാ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പക്കുട്ടനെയാണെങ്കിൽ ബീൻ ബാഗിനകത്ത് ഇരുത്തിയിട്ട് നമ്മളിതാ കിച്ചൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവൻ അവിടെ കൊണ്ടെടുത്തിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട്, അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കാപ്പി കുറച്ചപ്പോൾ ഞാൻ കുറച്ച് കാപ്പി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് കാപ്പി പൊടിയാക്കണ്ടേ. അപ്പം ഈ വെയിൽ കാലത്തൊന്നും കാപ്പി അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ മഴക്കാലത്താകുമ്പോഴത്തേനും ഇന്ന് രാവിലെ കാപ്പിയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മുറം കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഉരളും ഒലക്കയും. ഇപ്പോൾ അന്യം നിന്ന് പോയ സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഒലക്കയും ഉരളും. അപ്പോൾ ഇതിലിട്ട് കുത്തി അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് പരിപ്പാക്കി നമ്മളത് മില്ലിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് പൊടിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ അത് വറുത്തെടുത്ത് ഇവിടെ തന്നെ പൊടിയാക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ മോളാണെങ്കിൽ അടുത്തുനിന്ന് ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ വാഴകൾ, ഞാനൊരു 10ഓളം വാഴക്കത്ത് നട്ടിട്ട് അതെല്ലാം വലുതായതായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ പന്നിയാണോ ഇനി പെരിച്ചാഴിയാണോ എന്തോ ഒന്ന് അതിൻ്റെ അടിയെല്ലാം ഇളക്കി മറിച്ച് ഇന്ന് രാവിലെ 2 വാഴയും പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ നമ്മൾ സൈഡിലൊരു തുണിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കുരു ഒന്നും തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റൊന്ന് കെട്ടി വെച്ചതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി തരുമായിരുന്നു. പക്ഷേ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് ഒരു തുണി വെച്ച് ഇപ്പോൾ സൈഡിൽ കെട്ടിയതല്ല, സൈഡിൽ വെച്ചതാണ്. അപ്പം കുരു താഴേക്ക് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുത്തൽ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലുണ്ടല്ലോ അത് തീർക്കുമെന്നൊന്നും അറിയാൻ പാടാത്തത്. അപ്പോൾ അതാ കുത്തി ഈ പരുവായിട്ടുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പ് കേട്ടോ. കുറച്ച് നേരം കുത്തണം. കുത്തി കഴിയുമ്പോഴത്തേന് തോടെല്ലാം പോയി ഇതുപോലെ ഈ ഒരു രൂപത്തിലായി വരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് നാളെ മില്ലിൽ കൊടുക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ പിന്നെ ആ ഒരു രംഗം കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ അത് കഴിഞ്ഞതാ അത് പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് പരിപ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ആ കുരു ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി വരുന്ന കുരു എല്ലാം കൂടെ തള്ളിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഉരലിലിട്ട് കുത്തിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് മെനക്കെട്ട പരിപാടികളാണ്. പക്ഷേങ്കിൽ നമ്മളെ വീട്ടിലുണ്ടായ കാപ്പി കൊണ്ടുള്ള കാപ്പി കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അതാ ഫൈനലി ഇങ്ങനെയാവും കേട്ടോ. ഇതുപോലെ നമ്മളതിൻ്റെ തോടെല്ലാം അപ്പോൾ ഒരു മുറം കാപ്പി ഉണ്ടായിരുന്നു കുത്തി ഇതായി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പക്കുട്ടനാണെങ്കിൽ ഇത് കണ്ടിട്ട് അങ്ങനെ എന്താ അമ്മ പരിപാടി എന്ന് നോക്കിക്കൊണ്ട് ഞാൻ അപ്പം കൂടെ ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അത് പൊടിക്കാനുള്ള പരിപാടിയിലാണ്.